ഹായ്. സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ കണ്ട് ത്രില്ലടിക്കാൻ സാധിക്കുന്ന ഒരു അമേരിക്കൻ ചിത്രത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും റിവ്യൂ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്ന് ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ പല സിനിമകളിലൂടെ കടന്നാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലേക്ക് എത്തുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാറുണ്ട്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, പല സിനിമകളും കണ്ടാൽ ഇഷ്ടപ്പെടില്ല, പിന്നെ അവസാനം ഒരു സിനിമയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. കാരണം എന്നുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള സിനിമകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച അത്തരത്തിലുള്ള സിനിമകളാണ് നമ്മൾ തേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് ഇഷ്ടപ്പെടില്ല, കുറച്ച് കാണും, എന്നിട്ട് നിർത്തും, പിന്നെ അടുത്ത് കാണും, പിന്നെ നിർത്തും. ചിലപ്പോൾ ക്ലൈമാക്സ് വരെയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും, ക്ലൈമാക്സ് വന്നിട്ട് ഒരു ഇഷ്ടപ്പെടാത്ത രീതിയാവും. സോ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു നല്ല സിനിമയിലേക്കൊക്കെ എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു വീഡിയോയ്ക്ക് നല്ല എപ്പോഴാണെങ്കിലും നമ്മുടെ റെക്കമെൻഡേഷനായിട്ട് എത്തുകയാണെങ്കിൽ, സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ സിനിമ ഞാൻ പറഞ്ഞൊരു അമേരിക്കൻ ചിത്രമാണ്. ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് പേ ചെക്ക് എന്നുള്ളതാണ്. 2003 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത്. ഈ ഒരു സിനിമ എനിക്ക് എവിടെയും പരിഭാഷ നടത്തിയായിട്ട് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കണ്ട പ്രിൻറ്റും സബ്ടൈറ്റിലും ഒക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് മൈക്കിൾ എന്നുള്ളതാണ്. ആളൊരു റിവേഴ്സ് എഞ്ചിനീയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഈ എഞ്ചിനീയർ, റിവേഴ്സ് എഞ്ചിനീയറോ എന്ന് ചോദിക്കാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ നായകൻ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ളത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപത്തിൽ പറയാം. ഒരു കമ്പനി അവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒന്ന് കൂട്ടിക്കോ. അപ്പം ഓപ്പോസിറ്റ് കുറേ കമ്പനിക്കാരൊക്കെ കാണുമല്ലോ. അവരെന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ ഒരു അടുത്ത കമ്പനിക്കാരൻ എന്ത് ചെയ്യണം, അതിലും മികച്ച പ്രോഡക്റ്റ്, അതേപോലെയുള്ള മികച്ച പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പം ഇവരെന്ത് ചെയ്യും, നമ്മുടെ നായകൻ്റെ അരികിലേക്ക് ഈ പ്രോഡക്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കൊണ്ടുവെക്കും. ശേഷം നമ്മുടെ നായകൻ ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം ക്രിയേറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കണം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ നായകൻ്റെ ജോലി എന്നുള്ളത്. കൂടാതെ ഇത്തരത്തിൽ നായകൻ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ലോകത്തിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്കും നായകന് തന്നെ അറിയാം ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനമാണെന്നറിയാമല്ലോ. അപ്പോൾ അത് കമ്പനിക്ക് പെരുദോഷമാണ്. സോ എന്ത് ചെയ്യും, നായകൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് തൊട്ട് പിറകെ തന്നെ നായകൻ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈം തൊട്ട് അത് ക്രിയേറ്റ് ചെയ്തോടം വരെയുള്ള മൈൻഡിലെ ആ ഒരു മെമ്മറിയും കാര്യങ്ങളൊക്കെ തന്നെ ഇറേസും ചെയ്യും. സോ കമ്പനിക്കാർക്കും വിഷയമില്ല, നായകൻ്റെ മനസ്സിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് താൻ ഉണ്ടാക്കി എന്നുള്ള ചിന്തയും അവരെടുത്ത് കളയും. അപ്പോൾ ഇതാണ് നായകൻ്റെ ബേസിക് ആയിട്ടുള്ള ജോലി എന്നുള്ളത്. ഇതിന് നല്ല കൂലിയും കിട്ടും. അങ്ങനെ ഇരിക്കെ ഒരു 3 വർഷം കൊണ്ട് തീർക്കേണ്ട ഒരു പ്രൊജക്റ്റ് നായകൻ്റെ കൈകളിലേക്ക് കിട്ടുകയാണ്. ഇത്രേ ഉള്ളൂ. അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറയും, അത് പോയിട്ട് നായകൻ ബിൽഡ് ചെയ്തെടുക്കുക. ശേഷം മൈൻഡില്ല 3 വർഷത്തിന് ശേഷം ഇറേസ് ചെയ്തിട്ട് സാധാരണ ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ളതായിരുന്നു കോൺട്രാക്റ്റ് എന്നുള്ളത്. അങ്ങനെ നായകൻ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റും ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ഡിസൈനൊക്കെ ചെയ്ത് അദ്ദേഹം ബിൽഡ് ചെയ്തെടുത്തു. ശേഷം മൈൻഡ് ഇറേസ് ചെയ്തു. ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് പൊല്ലാപ്പുകൾ എത്തുകയാണ്. എന്തൊക്കെയാണെന്നുള്ളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇതിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കഥ തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം സയൻസ് ഫിക്ഷൻ എലമെൻറ്റ്സ് ഒക്കെ തന്നെ കലർത്തിയിട്ടുള്ള, അത്യാവശ്യം സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള, എൻഗേജിങ് ആക്കി ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാഗതിയായിരുന്നു ചിത്രത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഇതിൻ്റെ കഥയൊക്കെ അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് വലിയ രീതിയിൽ പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമ ഒരു പക്ക ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന പോലെ ഒരു ഫീൽ നമുക്ക് തരില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു ആകാംക്ഷ തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആ ഒരു കഥയെ തിരക്കഥയിലൂടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. അത് മെയിൻലി പറയേണ്ടത് ഈ സയൻസ് ഫിക്ഷൻ എലമെൻറ്റ്സ് ആണ് കഥയ്ക്കുള്ളിൽ ഉള്ളത് എങ്കിലും കഥ തിരക്കഥയിലൂടെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്കായിട്ട് അത് വർക്കൗട്ടും ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു ഗ്രിപ്പിംഗ് ഫീൽ ആയിരുന്നു. സിനിമ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു ചടുലതമായിട്ടുള്ള ഒരു ആക്ഷൻ മൂഡിലാണ് സിനിമയുടെ കഥ അവതരിപ്പിച്ച് പോകുന്നത്. അത് എസ്പെഷ്യലി ആ ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ കുറേ ഉണ്ട്. നല്ല രസമായിരുന്നു, എൻ്റർടൈനിങ് ആയി തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കഥയും തിരക്കഥയും ഒക്കെ തന്നെയാണ് ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ പ്രകടനങ്ങളുടെ കാര്യം എടുത്തു പറയണം. നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ബെൻ അഫ്ലെക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് ആദ്യമേ എന്ന് പറയേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കും. കൂടാതെ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഉമ തെർമാൻ എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തിൻ്റെ പ്രകടനം അത്യാവശ്യം നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ കുറച്ച് ലീഡിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. കൂടുതൽ ടെക്നിക്കലി അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയാണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ കൊണ്ടുവരേണ്ട ഒരു ചിത്രം തന്നെയാണ് അത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ എഫക്ട്സ് വർക്കാകട്ടെ, സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ,
ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നീറ്റായിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ ചിത്രത്തിൻ്റെ BGM സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ പക്ക ഇൻറ്റൻസീവ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ കാണുമ്പോഴും ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ സാധിപ്പിച്ചിരുന്നത് ആ ഒരു കിടിലനായിട്ടുള്ള BGMസും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. കൂടാതെ ആക്ഷൻ കൊറിയോഗ്രഫി എന്നുള്ളൊരു കാര്യവും പറയണം. ഈ സിനിമയ്ക്കുള്ളിൽ കുറച്ച് ചേസിങ് രംഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു എനർജറ്റിക് ഫീൽ വരും ആ സീക്വൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക്. അത്രയും മികച്ച രീതിയിലാണ് ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ക്ലൈമാക്സിലും കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങളെ എൻഗേജിങ് ആക്കി ഇരുത്തുന്ന ഒരു ത്രില്ലർ സിനിമയായിരിക്കും പേച്ചക്ക് എന്നുള്ളത്. പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ലിപ് കിസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ മുഖം ചൊളിക്കുന്ന പരിപാടിയൊന്നുമല്ല. സോ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. കണ്ട് ഈ നിരാശ സമ്മാനിക്കാത്ത ഒരു ത്രില്ലർ സിനിമ തന്നെയായിരിക്കും പേച്ചക്ക് എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 7 out of 10 ആണ് നൽകുന്നത്. 10-7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.